അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. صدق الله العظيم. പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ച് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഉപകാരപ്രദമായ വിജ്ഞാനം നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഹിദായത്ത് ലഭിച്ചിട്ടുള്ളവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫദ്കുറൂനി അദ്കുറുക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണ് ഫദ്കുറൂനി അദ്കുറുക്കും. അർത്ഥങ്ങൾ പറയണ്ടേ? ഉറക്കെ പറയണം. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നന്ദികേട് കാണിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ഞാൻ പറഞ്ഞു, ഖിബല മാറ്റത്തോടനുബന്ധിച്ച് അവിടെ ഉണ്ടായിട്ടുള്ള അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം അത് വളരെയധികം കലുഷമായി. അതോടുകൂടിയിട്ട് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് കാര്യം വളരെ വ്യക്തമായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ടു പോയെങ്കിലും അത് അവിടെ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമല്ല, കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു നീക്കമാണ്. ഇനി ഇതാ വീണ്ടും കഅബ ലക്ഷ്യമാക്കുന്നുണ്ട്, ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം. ഇങ്ങനെയൊക്കെ വളരെ കൃത്യമായ ഒരു സംഗതി അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവരൊരു കാരണമുണ്ടാക്കി. കാരണമൊന്നുമില്ല, ശരിക്കും കാരണമില്ല, കാരണം ഉണ്ടാക്കിയതാണ് ബദർ യുദ്ധത്തിന് വേണ്ടി. മുഹമ്മദ് നമ്മുടെ കച്ചവട സംഘത്തെ പിടിച്ചു വച്ചിരിക്കുന്നു, നമ്മുടെ മുതലെല്ലാം പോയി. അവർ ഈ കൂട്ടുകച്ചവടം ആയിട്ട് എല്ലാവരിൽ നിന്നും ഷെയറൊക്കെ വാങ്ങി ഒരു വൻ ചരക്ക് നീക്കം നടത്തുകയാണ്. മക്കയിലുണ്ടായിരുന്ന ആൾക്കാർ കച്ചവടക്കാരാന്ന് നമുക്കറിയാലോ. അവർ മുതലൊക്കെ വാങ്ങി വൻ ലാഭം കിട്ടും എന്നുള്ള നിലക്ക് ഒരു വലിയ കച്ചവട സംഘമാണ്. ആ കച്ചവട സംഘത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു വെച്ചിരിക്കുന്നു എന്നവർ മക്കയിൽ പോയിട്ട് പ്രചരിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ പാഞ്ഞു പോയി
മതാഫിൽ കഅബയുടെ മുറ്റത്ത് കുപ്പായൊക്കെ വലിച്ചു കീറി നമ്മളിതാ സർവ്വം നശിക്കാൻ പോവാണ്, നമ്മളെല്ലാ സ്വത്തും ഇപ്പം നഷ്ടപ്പെടും, നമ്മളുടെ കച്ചവട സംഘത്തെ മുഹമ്മദ് പിടിച്ചു വച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇനി യാതൊരു രക്ഷയില്ല, നമ്മൾ പോയി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇനി ഒരു തരിമ്പും ബാക്കി ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ടാണ് ആൾക്കാർ ഒരുമിച്ച് കൂട്ടിയത്. ഇതൊരു കാരണം ഉണ്ടാക്കലാണ്, ശരിക്കില്ല. ഇപ്പോഴത്തെ വർഗീയ വംശീയവാദികളും ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. ഗുജറാത്ത് കലാപത്തിന് മുമ്പാകെ ഗോദ്ര തീവെപ്പ് നടത്തി, ഒരു കാരണം ഉണ്ടാക്കി, ഇതാ നമ്മളെ കത്തിക്കുന്നു, നമ്മളെ സന്യാസിമാരെയൊക്കെ ഇവർ കൊല്ലാൻ തുടങ്ങിയിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് കുലുമാലാക്കിയതാണ്. പിന്നെ മനസ്സിലായത് ഗോത്രയിലെ തീവെച്ച് പോലെ തന്നെയാണ്, പിന്നെ കലാപം ഉണ്ടാക്കിയ പോലെ തന്നെയാണ് എന്ന്. ഇത് പണ്ട് അബ്രഹത്തും ചെയ്ത പണിയാണ്. അബ്രഹത്ത് കാബ പൊളിക്കണം, കാബ പൊളിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാം, അബ്രഹത്ത് ഉണ്ടാക്കിയിട്ടുള്ള അവിടുത്തെ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ആരാധനാലയമുണ്ട്, അങ്ങോട്ടെല്ലാവരും വരാൻ, ആരാ പോവുക അങ്ങോട്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഖുറൈശികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ തരപ്പെടുത്തിയിട്ട് ചെയ്യിച്ചു എന്നും അതല്ല കള്ളപ്രചരണം നടത്തിയെന്നും രണ്ട് അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരാധനാലയം വൃത്തികേടാക്കി എന്നും പറഞ്ഞിട്ടൊരു പ്രചരണം. എന്നാൽ പിന്നെ നമുക്ക് ഓല വിട്ടാൽ പറ്റൂല, ഓല നമ്മളെ ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് പ്രചരണം നടത്തിയത്. ഇത് എല്ലാ കാലത്തും ഉള്ളതാണ്. അങ്ങനെ ഒരു ചെറിയ ഒരു കാരണം അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ചെയ്യാമെന്നല്ല. അങ്ങനെ കിബിലമാറ്റം തുടക്കത്തിൽ തന്നെ ഉണ്ടായല്ലോ. മക്ക വിജയ അവസാനത്തിലേക്കാണ് വന്നത്. മക്കത്ത് നിന്ന് മദീനയിലേക്ക് പോയി രണ്ടാമത്തെ കൊല്ലം തന്നെ ഇതൊക്കെ സംഭവിച്ചല്ലോ. അപ്പോൾ മക്ക കീഴടക്കാൻ അബ്രഹത്ത് ചെയ്ത പണി തന്നെയാണ് മക്കക്കാർ പിന്നീട് മദീനക്കെതിരെ എടുത്ത പണി. ഇപ്പോഴാളുകൾ എടുക്കുന്ന പണിയും അത് തന്നെയാണ്. അതെന്താന്ന് വെച്ചാല് അവര് വഴിയിലെത്തി, ബദറിലേക്ക് വരുന്ന വഴിക്ക് വലിക്ക് വിവരം കിട്ടി, കച്ചവട സംഘത്തിന് കുഴപ്പമൊന്നുമില്ല, പോലെ സുരക്ഷിതമാണ് എന്നവർക്ക് വിവരം കിട്ടി. യഥാർത്ഥത്തിൽ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ അതിർത്തിയിലൂടെയാണ് പോകുന്നത് എന്നൊന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് സംഭവിച്ചത്. പിടിച്ചു വച്ചിട്ടും കൊള്ള ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ മുശ്രിക്കുകൾക്ക് വിവരം കിട്ടി, അവരൊന്നും പിടിച്ചു വെച്ചിട്ടുമില്ല, കൊള്ള ചെയ്തിട്ടില്ല, അവർ സുരക്ഷിതരാണ്. അപ്പോൾ അതിൽ തന്നെ പെട്ട പല ആൾക്കാർക്കും തിരിച്ചു വരണമെന്നുണ്ടായി. ഇനിയിപ്പോൾ എന്തിനാ യുദ്ധം, ഇനി എന്തിനാ മുഹമ്മദിനെ പിടിക്കാൻ പോണത്? അപ്പോൾ അബൂജഹലാണ് പറഞ്ഞത്, അല്ല, ഇന്നത്തോടു കൂടിയിട്ട് ആ ശല്യം തീർക്കണം. അബൂജഹലിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? കച്ചവട സംഘത്തെ പിടിച്ചു എന്നുള്ളതല്ല, അവരുമായിട്ട് എന്തോ നിലക്കുള്ള ഒരു നീക്കം നടത്തി എന്നുള്ളതല്ല, നബിയെ നശിപ്പിക്കാൻ ഒരു കാരണം ഉണ്ടാക്കലാണ്. ആ കാരണത്തിന് ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ നബിയോ സഹാബിമാരോ കച്ചവട സംഘത്തെ കൊള്ള ചെയ്തിട്ടോ പിടിച്ചു വെച്ചിട്ടോ ഒന്നുമില്ല. അവരുടെ രാജ്യാതിർത്തിയിലൂടെ പോകുന്ന ഒരു കൂട്ടരോട് ഇങ്ങനെ ഉണ്ടല്ലോ, നിങ്ങളിലാ പോണത്, അതൊരു ഓർമ്മ ഉണ്ടാകണമല്ലാണല്ലോ, ഒരു ഭരണം അല്ലേ. നമ്മളീ വ്യോമാതിർത്തി ലംഘിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ കടലിനൊരു പരിധി ഉണ്ടല്ലോ. അതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണയിലും ബന്ധത്തിലും പോകേണ്ടതാണല്ലോ. അബൂജഹൽ പറഞ്ഞു, അല്ല, ഇന്നത്തോടു കൂടിയിട്ട് ശല്യം തീർക്കണം, നമുക്ക് തിരിച്ചു പോകണ്ട, നമുക്ക് യുദ്ധത്തിന് തന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പം എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ നിന്ന് തകർക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അല്ലാഹു തആല അപ്പോഴാണ് പറയണത്, നിങ്ങളൊന്നും എന്താക്കണ്ട, വിഷയാക്കണ്ട, നിങ്ങൾ എന്നെ ഓർമ്മിച്ചാൽ മതി. മുൻഗാമികളായ ആളുകൾക്ക് സംഭവിച്ചത് അവരുടെ എതിരാളികൾ അവരെന്തോ ചെയ്തതുകൊണ്ടല്ല, അവർ പരാജയപ്പെടാനുള്ള കാരണം ഓല അള്ളാനെ മറന്നു എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ എതിരാളികൾ വമ്പന്മാരും കൊമ്പന്മാരും ആയതുകൊണ്ട് തകർന്നതല്ല. അങ്ങനെ വലിയ വലിയ വമ്പന്മാരിൽ നിന്ന് അല്ലാഹു തആല
ഇസ്രായേൽ സമൂഹത്തെ തന്നെ ഫിറൗനിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ, മന്നയും സൽവയൊക്കെ കൊടുത്തില്ലേ. എതിരാളികളുടെ ഊക്കല്ല പ്രശ്നം, നിങ്ങൾ അള്ളാനെ മറക്കലാണ് പ്രശ്നം. അപ്പം നിങ്ങൾ അള്ളാനെ എന്ത് ചെയ്യരുത്, ഓർമ്മിക്കണം, അള്ളാനെ മറന്നു പോയരുത്. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർമ്മിച്ചാൽ ഞാൻ നിങ്ങളെയും ഓർമ്മിക്കും. ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ, എല്ലാം ഒഴിവാക്കി നിങ്ങൾ എന്തു വേണം, അള്ളാഹുവിനുള്ള ദിക്റിലേക്ക് ഓടി വരണം എന്നാണ് വെള്ളിയാഴ്ച. എല്ലാ കൊള്ളക്കൊടുക്കുകളും നിർത്തിവെച്ച് അള്ളാഹുവിനോടുള്ള ദിക്റിലേക്ക് ഓടി വരണം. ആ ദിക്ർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു, നാവ് കൊണ്ടുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലുള്ള ദിക്റുകൾ മാത്രമല്ല, അതിനും ദിക്ർ എന്ന് പറയും എന്ന് മാത്രമേ ഉള്ളൂ. ഖുർആനിനും ദിക്ർ എന്ന് പറയും. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, അല്ലേ? ഖുർആനിനെ കുറിച്ചും ദിക്ർ എന്ന് പറയും. എല്ലാ സൽക്കർമ്മങ്ങൾക്കും ദിക്ർ എന്ന് പറയും. ജുമുഅക്ക് ദിക്ർ എന്ന് പറയും. നിസ്കാരത്തിന് ദിക്ർ എന്ന് പറയും. അപ്പൊ അള്ളാഹുവിൻ്റെ കൽപ്പനയിലേക്ക് അവന് കീഴടങ്ങി അവന് ജീവിതം സമർപ്പിച്ച് നിങ്ങൾ ഓടി വരിക എന്നുള്ളതാണ്. നിങ്ങൾ നന്ദി കാണിക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് സ്വബർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും സഹായം തേടുക. രണ്ട് സംഗതികളാണ് ചെയ്യേണ്ടത്, സ്വലാത്ത് കൊണ്ടും സ്വബർ കൊണ്ടുമാണ്. ഏതോ മരിച്ചുപോയ ആളെ കൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് സഹായം തേടിയിട്ട് കാര്യമില്ല. നിങ്ങൾ സഹായം തേടേണ്ടത് നിങ്ങളെ സ്വലാത്ത് കൊണ്ടും നിങ്ങളെ സ്വബർ കൊണ്ടും. അപ്പോൾ ആ സ്വബർ വെച്ചുകൊണ്ട് അള്ളാഹിനോട് പറയാൻ കഴിയണം, പടച്ചോനെ ഞാൻ നിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് നീ എനിക്ക് സഹായം ചെയ്യണം. അതാണ് സ്വബർ. ഞാൻ നിൻ്റെ മുമ്പിൽ സ്വലാത്ത് ചെയ്യുന്നത് കൊണ്ട് നീ എനിക്ക് സഹായം ചെയ്യണം. സ്വബർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക. ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഇതിനോട് തന്നെ ചേർത്ത് കൊണ്ട് ഉള്ള കാര്യമാണ് പറയാൻ പോണത്. ഇത് വലിയ ഒരു നിലപാടാണ് ഇനി പറയാൻ പോണത്. വലാ തഖൂലു ഖാല യഖൂലു, അല്ലേ? തഖൂലു നിങ്ങൾ പറയൂ, വലാ തഖൂലു നിങ്ങൾ പറയുകയുമരുത്. നിങ്ങൾ സഹായം തേടുക, നമസ്കാരം കൊണ്ടും സ്വബർ കൊണ്ടും സഹായം തേടുക. അതിനോട് ചേർത്തുകൊണ്ടാണ് വാ എന്ന് പറയുന്നത്. വാവ് അത്ഫിൻ്റെ വാവാണ്, അതിനോട് ചേർത്ത് വെക്കുകയാണ്. വലാ തഖൂലു നിങ്ങൾ പറയുകയും ചെയ്യരുത്. ലിമൻ ഒരുത്തരെക്കുറിച്ച്, യുഖ്തലു അവർ വധിക്കപ്പെടുന്നു, ഫീ സബീലില്ലാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്ന ഒരുത്തരെക്കുറിച്ച് നിങ്ങൾ പറയരുത്. എന്ത്? അംവാത്ത്, മരിച്ചുപോയി എന്ന് പറയരുത്. അപ്പൊ ബദറിൽ മരിച്ചു, ഉഹദിൽ മരിച്ചു എന്നൊന്നും പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ, വധിക്കപ്പെട്ടവരെ അവർ മരിച്ചുപോയി എന്ന് നിങ്ങൾ പറയരുത്. ബൽ എന്നാൽ അഹ്യാഉൻ ജീവിച്ചിരിക്കുന്നവരാണ് അവര്. വലാകിൻ ലാ തശ്ഉറൂൻ പക്ഷേ നിങ്ങളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ശുഹദാക്കൾ അഹ്യ ആണ്, ജീവിച്ചിരിക്കുന്നവരാണ്. വലാകിൻ പക്ഷേ ലാ തശ്ഉറൂൻ നിങ്ങൾ അതറിയുന്നില്ല. നമ്മളറിയുന്നില്ല എന്നുള്ളതുകൊണ്ടൊരു കാര്യം ഇല്ലാണ്ടാവൂല. നമ്മളറിയാത്ത ഒരുപാട് കാര്യമുണ്ട്, ഒരുപാട് കാര്യമുള്ളൂ നമ്മളറിയാത്തത്. അറിയണത് തിരിയുള്ളൂ, അല്ലേ? അറിവിൽ തന്നെ ചിലത് വിവരമാണ്. നമ്മൾ അറിവും വിവരവും തമ്മിൽ വ്യത്യാസം പറഞ്ഞിരുന്നു, അല്ലേ? പറഞ്ഞിരുന്നോ? ട്രെയിന് ഉദാഹരണം, അത് ഉദാഹരണം മാത്രം കേട്ടോ, ഉദാഹരണങ്ങൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് വളരെ കുറച്ചേ അറിയൂ, അള്ളാഹുവിനാണ് ധാരാളമായി അറിയുക. മരണത്തെ കുറിച്ച് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് തിരിയാത്തതും അത് തന്നെയാണ്. നമ്മളെ മുമ്പിൽ ഒരൊറ്റ മരണമുള്ളൂ. മരണം എന്ന് പറഞ്ഞാൽ നഷ്ടം, തകരാറ്, വീഴ്ച, പരാജയം, ദുഃഖം, ഇങ്ങനൊരു മരണം നമുക്ക് അറിഞ്ഞോളൂ. അറിയാന്ന് പറഞ്ഞാൽ അറിയാം, പക്ഷേ നമ്മുടെ ഒരു ബോധ്യത്തിൽ മരണം എന്ന് പറയുന്നത് നഷ്ടമാണ്, പരാജയമാണ്,
കുറച്ചിലാണ്, ദുഃഖമാണ്. അപ്പം നമ്മൾ പറയും ഗസയിൽ 30,000 ചില്ലാനം ആളുകൾ, 37,000 ആളുകൾ ഷഹീദായി. അപ്പോൾ നമ്മൾ പറയും എന്നാലും എത്ര ആൾ മരിച്ചില്ലേ, എന്നാലും അതൊരു നഷ്ടം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലെ ദുഷ്ടത്തരം കൊണ്ടല്ല. നമുക്ക് മരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മരണം എന്നത് പരാജയമാണ്, ദുഃഖമാണ്. മരണത്തിന് അങ്ങനെ ഒരു വശമുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ, വധിക്കപ്പെട്ടവരെ മരിച്ചു എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. അത് മരണമല്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അഹ്യാ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. വലാകിൻ ലാ തശ്ഉറൂൻ, പക്ഷെ നിങ്ങൾ അതറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മരണത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് വ്യത്യാസം ഉണ്ട്. ഇത് കൊല്ലപ്പെട്ടതിന് ശേഷം അവരെത്തിയ ഒരു നിഗമനമല്ല. അവര് കൊല്ലപ്പെടുന്നതിൻ്റെ മുമ്പേ തന്നെ ആ ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ർസുഖ്ന ഷഹാദ എന്നവർ പ്രാർത്ഥിക്കുന്നത്. അവർ ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ർസുഖ്ന ഷഹാദ, ഞങ്ങൾക്ക് രക്തസാക്ഷിത്വം തരയണമേ. മനസ്സിലായില്ലേ? മുടി നല്ല ഉഷാറാക്കി കോതി മിനുക്കി കുളിച്ച് എണ്ണൊക്കെ തേച്ച് മുടി കോതി ചീകി വെക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചൊരു നല്ല സംഗതിയല്ലേ. പെൺകുട്ടിയോട് നമ്മൾ പറയും മുടി നന്നാക്കി വെക്കുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഒരു ദിവസം 1 ലിറ്റർ വെള്ളം മാത്രം കിട്ടുന്ന ഫലസ്തീനികൾ, പെണ്ണുങ്ങൾ മുടി തല വടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം അവർക്കിത് സംരക്ഷിക്കാൻ കഴിയില്ല. ഒരു ദിവസം ആകെ 1 ലിറ്റർ വെള്ളം കിട്ടിയാൽ കുടിക്കുകയും വേണം, കുളിക്കുകയും വേണം, വെച്ചുണ്ടാക്കുകയും വേണം, എല്ലാത്തിനും കൂടി അതാണുള്ളത്. അപ്പം മുടി കോതി മിനുക്കാനും കൈ വൃത്തിയാക്കാനും ഒന്നും കഴിയില്ല. പിന്നെയുള്ള കടൽ വെള്ളം, അതുകൊണ്ട് തീരെ കഴിയില്ല. അപ്പം മുടി വടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കി. അങ്ങനെയാണ് അവർ അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവരുടെ നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുകയാണ് ധീരമായിട്ട്. എന്നിട്ട് അവർ കൊല്ലപ്പെടുമ്പോൾ നമ്മളെ പുരയിൽ ഏതോ ഒരു മനുഷ്യന് എങ്ങനെ ഇന്ന് ജീവിച്ച് മരിച്ചു പോയാൽ മാതിരി ഒരു മരിച്ചുപോയി എന്ന് വിചാരിക്കരുത്. മനസ്സിലായില്ലേ? അതാണ്. അപ്പം ഈ ഷഹാദത്ത് എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്. അല്ലാഹുമ്മ ർസുഖ്ന ഷഹാദ, ഞങ്ങൾക്കിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സഹാബിനെ കുറിച്ച് പറയാണ്, അദ്ദേഹം ഈത്തപ്പഴം തിന്നാൻ തുടങ്ങുമ്പോൾ അത് വലിച്ചെറിഞ്ഞിട്ട് ഉഹുദിലേക്ക് ഓടിയത്. നമ്മളെ ഉള്ളിലെ യുക്തിവാദി ചോദിക്കൂ, ചങ്ങായി അത് തിന്നിട്ട് പോയാൽ പോരേനു. കാരണം എന്താണ്? ഏതായാലും ഷഹീദാവും, സ്വർഗം കിട്ടും. എന്നാ ഈത്തപ്പഴം വെറുതെ എന്തിനാ വേസ്റ്റ് ആക്കിയത്? കാരണം അത് മുഴുവനങ്ങ് തിന്നിട്ട് പോയാലും മൂപ്പർക്ക് തന്നെ ഷഹീദായിക്കൂടെ? അങ്ങനെ നമ്മൾ മനസ്സിലെ യുക്തിവാദി അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു സംഗതി തിരിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവരിങ്ങനെ സ്വർഗം ഇങ്ങനെ കാണുകയാണ്, സ്വർഗം ഇങ്ങനെ കാണുകയാണ്. അപ്പൊ സ്വർഗം ഇങ്ങനെ കാണുന്നവർക്ക് ഇതെന്ത് ചെയ്തപ്പോ പിന്നെ ഓൾക്ക് അതാണ് വേണ്ടത്, ഇത് വിട്ട്. അതുകൊണ്ടാണ് വിവാഹത്തിന്റെ ആദ്യ രാത്രി യുദ്ധത്തിന് പോയ ആളെ പറ്റി പറയലില്ലേ, വേണമെങ്കിൽ ചോദിച്ചാൽ ഉതിരൊക്കെ കിട്ടും, നാളെ പന്ത് കെടുത്താൽ പോരെ ചാന്നൊക്കെ പറയാം, ലീവൊക്കെ കിട്ടും. പക്ഷെ ലീവല്ല വേണ്ടിയേ, സ്വർഗമാണ് വേണ്ടിയത്. അപ്പൊ ജീവിതത്തെ അങ്ങനെ മനസ്സിലാക്കിയ ഒരു കൂട്ടരെ എങ്ങനെ തോൽപ്പിക്കാനാണ്? അതെ, രക്തസാക്ഷികൾ മരിക്കുകയില്ല. യഥാർത്ഥത്തിൽ അതൊക്കെ ഇതിൻ്റെ അകത്ത് നിർത്താട്ടോ, ഇതിൽ നിർത്തതാണ്. രക്തസാക്ഷി മരിക്കുന്നില്ല എന്നത് ഇതിൽ നിർത്താണ്. പിന്നെ സലാം പറയൽ പോലും നമ്മളെടുത്ത് നിർത്താണ്. അസ്സലാം അല്ലേ ലാൽ സലാം ആയത്, ചുവന്ന സലാം ആയത്. സഹാബി എന്നതല്ലേ സഖാവ് എന്നായത്. ഇൻഖലബ യുൻഖലിബ് ഇൻഖലാബ് എന്നതാണ് യഥാർത്ഥത്തിൽ ഇൻഖലാബ് ആയത്. അത് അറബിയിൽ നിന്ന് ഉറുദുവിലേക്കും ഉറുദുവിൽ നിന്ന് കിട്ടിയത്. അതൊക്കെ അതേ സമയത്ത് അവനവന് വേണ്ടിയല്ലാതെ
അപരന് ചുടുരക്തമേകി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവനവന് വേണ്ടി അല്ലാതെ എന്നാണ് ഓരോ കാഴ്ചപ്പാട്. നമ്മളെ കാഴ്ചപ്പാട് അവനവന് സ്വർഗത്ത് പോകാൻ തന്നെയാണ് എന്നുള്ളതാണ് കാഴ്ചപ്പാട്. ആ രക്തസാക്ഷിത്വത്തിൻ്റെ ലാഭനഷ്ടങ്ങൾ നിർണയിക്കപ്പെടുന്നത് അവിടെയാണ്. രക്തസാക്ഷി മരിക്കുന്നില്ല, രക്തസാക്ഷി ഞങ്ങളോട് ജീവിക്കുന്നു എന്നൊക്കെ ശരി തന്നെ. എന്നിട്ട് രക്തസാക്ഷിക്ക് എന്താ കിട്ടുക? രക്തസാക്ഷിക്കൊന്നും കിട്ടുന്നില്ല. നമുക്കങ്ങനല്ല. രക്തസാക്ഷി മരിക്കുന്നില്ല, രക്തസാക്ഷി ജീവിച്ചിരിക്കുന്നു. അവനെന്താ കിട്ടുക? അവനാർക്കും കിട്ടാത്തത് കിട്ടുന്നു. ആർക്കും കിട്ടാത്തത് കിട്ടുന്ന, വിചാരണ പോലുമില്ലാതെ റൂഹ് ഇവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ ഹദീസുകളിൽ കാണാം, അർശിൻ്റെ ചില്ലകളിൽ പാറി നടക്കുന്ന പച്ചക്കിളികളിൽ ആയിരിക്കും അവരുടെ ആത്മാക്കൾ അങ്ങനെയാണെന്ന്. പിന്നെ അവരോട് ചോദ്യം ഇടയ്ക്ക് വെച്ച് ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല, ഡയറക്റ്റാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇസ്ലാമിലെ രക്തസാക്ഷിത്വം അതാണ്. അതേ സമയത്ത് ഒരു രക്തസാക്ഷി ദിനാചരണവും രക്തസാക്ഷി മണ്ഡപവും മാത്രം കിട്ടുന്ന രക്തസാക്ഷിത്വമാണ് ഇവിടെ ഉള്ളത്. അതിനാള് റെഡിയാണ്, ഈനാള് റെഡിയല്ല. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനുഷ്യൻ ഭയങ്കര ബുദ്ധിയുള്ളവനാന്നൊക്കെ വെറുതെ പറയല്ലേ. കാരണം ഒന്നും ലഭിക്കാത്ത, അവനവന് വേണ്ടി അല്ലാതെ ആണ് കളം വിട്ടു പോണത്. അതിനാള് റെഡിയാവുകയും അള്ളാഹുവിൻ്റെ അർശുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് യാതൊരു വിചാരണയും വേറെ ഒരു ചോദ്യം ചെയ്യലും ഇല്ലാതെ നേർക്ക് നേരെ പോകാൻ കഴിയുന്ന ഒരു അവസരം അപ്പുറത്തുണ്ടായിട്ട് അവിടെ എത്തുമ്പോൾ നമ്മളെ കയ്യും കാലും പറിക്കുക, നമ്മൾ പിന്നെ എല്ലാവിധ ഒത്തുതീർപ്പിനും തയ്യാറാവുക, ആരുടെ മുമ്പിൽ മുട്ടുമടക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യൻ ബുദ്ധിയുള്ളവനാണ് വെറുതെ അറിയല്ലേ. അതാണ്. അപ്പോൾ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് മഹനീയമായ ഒരു പദവിയാണ്. രക്തസാക്ഷിത്വം മനുഷ്യനിൽ ആവേശം ഉണ്ടാക്കുന്ന കാര്യമാണ്. രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് മരണമല്ല. മരണം എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യനെ ചടപ്പിക്കുന്ന, പിൻവലിക്കുന്ന, സഹതാപം മാത്രം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശുഹദാക്കളുടെ മുമ്പിൽ വെച്ച് സഹതപിക്കരുത്. ഓൾക്ക് നിങ്ങളെ സഹതാപം ആവശ്യമില്ല. നമ്മൾ പിന്നെ എന്താ ചെയ്യുക, പാവായിപ്പോയി, എന്താ ചെയ്യാനല്ല, അയാൾ തിരഞ്ഞെടുത്തൊരു വഴിയിൽ അയാൾ മുന്നോട്ട് പോയി, അയാൾ ജയിച്ചിരിക്കുന്നു. അഭിവാദ്യങ്ങൾ അതാണ്. അതുകൊണ്ടാണ് എന്താ പറയുന്നത്, സഖാവിൻ്റെ മുമ്പിൽ പോയിട്ട്, മയ്യത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ബേജാറായി നിൽക്കല്ല. ലാൽ സലാം സഖാവ് അതല്ലേ നിങ്ങൾ. അതൊക്കെ ശരിയാണ്. പക്ഷെ ആ ശരിൻ്റെ പൊരുള് പൊളിഞ്ഞു പോയ കേസാന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെ ആക്കണത് അയാൾ കാണൂല എന്ന് അയാൾ തന്നെ വിശ്വസിക്കുന്നത്. അങ്ങനെ ആക്കിയോണ്ട് അയാൾക്കൊരു ഗുണവുമില്ല എന്നാണ് ആക്കണ ആൾ തന്നെ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിഷ്ഫലമായി പോകുന്ന ഒരു കർമ്മം ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഭൗതികതയിലെ രക്തസാക്ഷിത്വം. അതേസമയത്ത് പാരത്രിക ജീവിതമുള്ള ഇസ്ലാമിലെ രക്തസാക്ഷിത്വത്തിന് ഈ എല്ലാ അഭിവാദ്യങ്ങളും അവർക്ക് ഖബറിലെ വലിയ പാരിതോഷികമായിട്ട് കിട്ടുക, അവർക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നതിലൂടെ നമ്മൾ ആദരിക്കപ്പെടുക എന്ന് പറയുന്ന ഇരട്ട ഫലം ഇസ്ലാമിലെ ഷഹാദത്തിന് ഉണ്ട്. അതിനും പ്രയോഗിച്ച പദം ഷഹാദത്ത് എന്നാണ്. നേരത്തെ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് എന്ന് പറഞ്ഞുകൊടുത്ത് പ്രയോഗിച്ച പദവും ഷഹാദത്ത് എന്നാണ്. ഇസ്ലാമിലെ ഷഹാദത്ത് ജീവൻ നഷ്ടപ്പെടുന്നതിൻ്റെ മാത്രം പേരല്ല. ഇസ്ലാമിലെ ഷഹാദത്ത് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് നിലപാടെടുത്ത് ജീവിക്കുന്നതിൻ്റെ പേരാണ്. അതിൻ്റെ ഭാഗമാണ് ജീവൻ വെടിയൽ കൂടി എന്നർത്ഥം. അതിൻ്റെ ഭാഗമാണ് ജീവൻ വെടിയൽ. ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഉള്ള സ്വാഭാവികമായ ഒരു പരിണിതിയാണത്. അതുകൊണ്ടാണ് അള്ളാഹുവിൽ നിന്നുള്ള രക്തസാക്ഷിത്വം കൊതിച്ച്, അതാഗ്രഹിച്ച്, അതിനുവേണ്ടി പണിയെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരാൾ വിരിപ്പിൽ കിടന്നു മരിച്ചാലും ഷഹീദാണ് എന്ന് പറയുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അപകടത്തിൽ മരിച്ചാലും ഷഹീദാണ് എന്ന് പറയുന്നു. മുങ്ങി മരിച്ചാൽ, ഉദരരോഗത്താൽ മരിച്ചാൽ, പ്രസവത്തിൽ മരിച്ചാൽ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഷഹാദത്താണ് എന്ന് പഠിപ്പിച്ചു തന്നത്
അതൊക്കെ സാധാരണ മരണത്തെക്കാൾ ദറജ കൂടിയതാകുന്നത് ജീവിതത്തിൽ ഷഹാദത്ത് ഉണ്ടാകുമ്പോഴാണ്. ജീവിതം ആർക്കോ വേണ്ടി ജീവിച്ചിട്ട് മരിച്ചാൽ എങ്ങനെ ഷഹീദാവുക? അത് രണ്ട് ട്രാക്കിലാണ് സംഗതികൾ പോണത്. ഭൗതികമായി മനുഷ്യൻ ജീവിതത്തെ സമർപ്പിച്ച് ജീവൻ നഷ്ടപ്പെടുത്തുന്നതും ഉഖറവിയായിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ നഷ്ടപ്പെടുത്തുന്നതും തമ്മിലുള്ള വ്യത്യാസം കടലും കടലാടിയും പോലെയാണ്. രണ്ടിലും കടൽ എന്നുള്ള വാക്കുണ്ടെന്നേ ഉള്ളൂ, രണ്ടും തമ്മിൽ ബന്ധമൊന്നുമില്ല. അതാണ്. അപ്പം അതുകൊണ്ട് വലാ തഖൂലു, നിങ്ങൾ എന്ത് ചെയ്യരുത്, പറയരുത്. ലിമൻ യുഖ്തലു ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് അംവാത്, മരിച്ചുപോയവരാണ് എന്ന് പറയരുത്. ബൽ അഹ്യാഉൻ, എന്നിട്ട് വളരെ വ്യക്താക്കി പറയാണ്, അവർ ജീവിക്കുന്നുണ്ട്, അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹംസ റളിയല്ലാഹു അൻഹുവിന് മരണമുണ്ടോ? ഇപ്പോഴും ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ അദ്ദേഹം ഇങ്ങനെ അസദുല്ല, അള്ളാഹിന്റെ സിംഹമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. അതൊരു വലിയ കാര്യമില്ലേ, ചെറിയ സംഗതി. സുമയ്യ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഏത് കാലത്താണ് അവരെങ്ങനെ മയ്യത്താടെ കിടത്തി, അങ്ങനെ ഒന്നല്ലല്ലോ നമ്മളെ മനസ്സിൽ വരിക. അബൂജഹലിന്റെ മുമ്പിൽ ആഹദ് ആഹദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ്, ഒരടിമപ്പെണ്ണ്, യജമാനന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ത്രാണിയില്ലാത്ത പതിതാവസ്ഥയിൽ കഴിയുന്ന ഒരു പെണ്ണ് ഈ ഷഹാദത്ത് കൽബിൽ കൊണ്ടപ്പോൾ ഖുർആനായത്തൊന്നും കാണാണ്ട് അറിഞ്ഞു കേട്ടോ. ഖുർആൻ ശരിക്കൊന്നും പോയില്ല, ഖത്തം തീർത്തിട്ടുമില്ല. ഖത്തം തീർക്കണേ ഇറങ്ങിത്തീരണ്ട ആദ്യം. ഖുർആൻ ഇറങ്ങി തീർന്നില്ല, ആദ്യത്തിലാണ്. അവരുടെ കയ്യിൽ ഒരുപാട് മാലൂമാത്തില്ല, ഇൻഫർമേഷൻസ് ഇല്ല. പക്ഷെ കിട്ടിയ വിവരം ഇൽമായിട്ട് അവരുടെ മുമ്പിലുണ്ട്. ആ ഇൽമു വെച്ചിട്ട് അവർ പറഞ്ഞു എന്ത്, അല്ലാഹു അഹദ്. അങ്ങനെ കുന്തം കൊണ്ട് വന്നതാണ് അബൂജഹൽ. ഈ കുന്തം കൊണ്ട് വന്നിട്ട് നമ്മളെ ഗൗരിയമ്മ പറഞ്ഞല്ലോ, ലാത്തിക്ക് സന്താനോൽപാദന ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? ആ നിലക്ക് അതിൻ്റെ ശരിക്കുള്ളത് അവിടെ കഴിഞ്ഞതാണ്. അബൂജഹല് കുന്തവുമായി വന്ന് കുന്തം കയറ്റി കൊന്നതാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ കുന്തമായിട്ട് വന്ന സമയത്ത് സുമയ്യ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയാം എന്താ ഈ സംഭവിക്കാൻ പോണത്. ആ സംഭവിക്കാൻ പോകുമ്പോൾ തൽക്കാലം എന്നാ പിന്നെ അബൂജഹൽ പറയാൻ എന്നെ എന്ന് പറഞ്ഞില്ല, അവിടെ രക്തസാക്ഷിത്വം സ്വീകരിച്ചു. ആ രക്തസാക്ഷിത്വം സ്വീകരിച്ചില്ലെങ്കിൽ ആ നാട്ടിൽ എത്ര സുമയ്യ മരിച്ചു വീട്, എത്ര സുമയ്യ മരിച്ചു വീണ്ടാവും നമുക്ക് ആർക്കെങ്കിലും അറിയാവോ? ഇല്ല. അതാണ് ഷഹാദത്തിന്റെ പ്രത്യേകത. അപ്പൊ ആ ഷഹാദത്തോട് കൂടിയിട്ട് അനശ്വരയായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിനാണ് ഷഹാദത്ത്. കിട്ടിയ ചാൻസ് ഒഴിവാക്കണ്ട. അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന ഹയാത്തിലുള്ള അവസ്ഥയിലേക്ക് കയറിപ്പോകാൻ പറ്റും. ഒരാളുടെ മുമ്പിലും തല കുനിക്കണ്ട. അള്ളാഹുവിൻ്റെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബോധത്തോടെ പറയാലോ. എടോ ബോധം കെട്ട് വീണെടുക്കുമ്പോൾ മരിച്ചു പോയാൽ ഷഹാദത്ത് എല്ലാം ഓർമ്മ ഉണ്ടായിരിക്കുള്ളൂ ഇല്ലല്ലോ. മരിച്ചു പോയാൽ എന്തായാലും മരിച്ചു പോലെ. ഇത്ര വയസ്സ് വരെ അവിടെ ജീവിക്കുന്നവരെ പറഞ്ഞു. അള്ളാഹ് നിശ്ചയിച്ച അജലല്ലാണ്ട് ഒരു അജലില്ല, അതിൽ നമുക്ക് തർക്കമില്ല. എന്നാൽ പിന്നെ അത് കിട്ടണ ചാൻസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് അള്ളാഹു അക്ബറും പറഞ്ഞിട്ട് പോയിക്കൂടെ? അതാണ്. അപ്പൊ അതുകൊണ്ട് ഷഹാദത്ത് എന്ന് പറയുന്നത് വളരെ വലിയൊരു പദവിയാണ്. നിങ്ങൾ മരിച്ചുപോയി എന്ന് പറയരുത്. അള്ളാഹുവിൽ അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. വലാകിൻ ലാ തശ്ഉറൂൻ, അത് നിങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. വലനബ്ലുവന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇബ്തല, അള്ളാഹു മനുഷ്യന്മാരെ ഭൂമിയിലെ അയച്ച തന്നെ പരീക്ഷിക്കാൻ. വലനബ്ലുവന്നക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ, അറബിള് ഷ്വ എന്ന് പറയുന്നത് അതിനാണ്. ഷ്വ എന്നാണ് അറബിള്. ഷ്വ എന്ന് പറയും അറബിള്. ചിലപ്പോൾ പോയാലൊക്കെ അവിടെ ഉണ്ടാവും, ഉണ്ടാക്കുക അവർ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ബിശൈഇൻ, ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. മിനൽ ഖൗഫ്, അതിലൊന്ന് ഭയമാണ്. ഭയം ഇട്ടുതരും, ഖൗഫ് ഇട്ടുതരും. പിന്നെയോ വൽ ജൂ, വിശപ്പിട്ട് തരും. ഇപ്പോഴത്തെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇപ്പൊ എങ്ങനെ തീറ്റി കുറയ്ക്കാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും സാധിക്കാത്ത അവസ്ഥയിൽ ഇടങ്ങേറായിട്ട്
ഇല്ലേ? ഇൻസുലിൻ 2 മില്ലി അധികം വെച്ചാലും വേണ്ടില്ല, ഇതങ്ങ് തീർക്കട്ടെ തിന്നിട്ട് എന്നുള്ളൊരു കോലത്തിൽ ഇതൊന്നുമല്ല. നമ്മൾ നേർക്ക് നേരെ കാണുകയാണ് ഒരു റൊട്ടിക്ക് വേണ്ടിയിട്ട്, അല്ലേ? ഒരു റൊട്ടിക്ക് വേണ്ടി അവസാനം ആകാശത്ത് കൂടിയ റൊട്ടി വിതരണോ, എന്നിട്ട് അത് കടലിൽ വീണിട്ട് അതിൽ നിന്നെടുത്ത് മക്ക കൊടുക്കാൻ വേണ്ടി പോകുന്നിടത്തുനിന്നും 18 ആൾ ഷഹീദാകുന്ന അവസ്ഥ. അപ്പോൾ അതാണ്. അപ്പോൾ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതൊക്കെ അങ്ങ് സംഭവിക്കും. എല്ലാ അക്കൗണ്ടും ക്ലോസ് ചെയ്യും, ഒക്കെ അങ്ങോട്ട് മരവിപ്പിക്കും. മുസ്ലിം സ്ഥാപനങ്ങളുടെ, ട്രസ്റ്റുകളുടെ, പള്ളിക്കമ്മറ്റിൻ്റെ, മുസ്ലിം മുതലാളിമാരുടെ, ഷോപ്പ് ഉടമകളുടെ ഇതെല്ലാം ഒരൊറ്റ ഉത്തരവുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മരവിപ്പിക്കും. ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിനെ പൈസ ആയിട്ട് നിങ്ങൾ വെക്കരുത്, പൈസ ആയിട്ട് കയ്യിൽ വെക്കരുത് എന്നാണ്. ഒരു സ്ഥലത്തും വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യരുത് എന്നാണ്, അല്ലേ? നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ക്യാമറ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചു ഒരു പിടിച്ചാൽ ചോദ്യം ഉത്തരുന്നില്ല, പിടിച്ചാൽ കൊണ്ടുപോയി. പിന്നെ നമ്മൾ താൻ തെളിയിക്കാൻ പിന്നെ കല്ലാസായിട്ട് നമ്മൾ വേറെ പോകാൻ വേണ്ടി. അത് തെരഞ്ഞെടുപ്പിന് സമയത്ത് മാത്രമല്ല, അല്ലാതെ തന്നെ മണി സൂക്ഷിക്കാൻ പാടില്ല, ലിക്വിഡ് മണി ഉണ്ടാവരുത് എന്നാണ്. അതിന് ഒരു കണക്കുണ്ട്. എത്രയാണ് ഇപ്പോൾ ഒരു വീട്ടിൽ വെക്കാൻ പറ്റുന്ന പൈസൻ്റെ കണക്ക്? നിങ്ങൾ ബാങ്കിൻ്റെ ആൾക്കാരാ പറയണ്ടേ? 5000? എന്തായാലും അത്രയൊക്കെ പറ്റും. അതിലധികമുള്ള ബാങ്ക് അധികമുള്ളവർക്ക് ബേജാറാണ്. അപ്പം നമ്മളെല്ലാവരോടും ബാങ്കിലിടാൻ പറഞ്ഞിരിക്കുന്നു. എല്ലാവരും ബാങ്കിലിട്ടു. അപ്പോൾ നമ്മൾ വളരെ ഹാപ്പിയാണ്. കയ്യിൽ കാർഡുണ്ട്, ചെക്ക് ബുക്ക് ഉണ്ട്, ഒപ്പിടാൻ പെന്നുണ്ട്, കൈക്ക് ഒപ്പിടാനുള്ള കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് ഒരു മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയാൽ മതി. നിങ്ങൾ എത്ര ഒപ്പിട്ടൊരു കാര്യമില്ല, നയാ പൈസ കിട്ടൂല. കിട്ടുമോ? കിട്ടൂല. ഇന്ന സീരീസിലുള്ള അല്ലെങ്കിൽ ഇന്ന വകുപ്പിലുള്ള ഇന്ന ബ്രാഞ്ചിലുള്ള ഇന്ന കോലത്തിലുള്ള സാധനങ്ങൾ, ഇന്ന മറ്റേ ആധാർ നമ്പറിലുള്ള സംഗതികൾ എന്ത് ചെയ്തിരിക്കുന്നു? ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയും ഫിൽട്ടർ ചെയ്യാം. ഫിൽട്ടർ എങ്ങനെയും ചെയ്യാം. നമ്മളിപ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിൽ പല കാര്യങ്ങളും ഫിൽട്ടർ ചെയ്യാൻ നമുക്ക് കഴിയും, അല്ലേ? കാ കൊണ്ട് തുടങ്ങുന്ന പേരുകൾ മൊത്തം നമ്മളടിച്ചാൽ അത് വേറെ വരും, മുസ്ലിം എന്നുള്ളത് വേറെ വരും, മറ്റേ എന്തും വേറെ വരും, ആണിനെ വേറെ പെണ്ണിനെ വേറെ, ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് തിരിക്കുക. എല്ലാത്തിനും സാധ്യത ഉണ്ട്. ഇപ്പം എണ്ണി തിരിക്കേണ്ട കാര്യമില്ല. മുമ്പ് നമ്മൾ തേങ്ങ അങ്ങനെ കുലുക്കി നോക്കിയിട്ടല്ല തിരിക്കുക, ഇങ്ങോട്ട് ഓരോന്നെടുത്ത് കുലുക്കി നോക്കിയിട്ടാണ് വക തിരിച്ച് മാറ്റുക. ഇത് ഓരോന്നെടുത്ത് കുലുക്കൊന്നും വേണ്ട, ഒരു സ്വിച്ചിട്ടാൽ മൊത്തം ഫിൽട്ടർ ചെയ്യും. എന്നിട്ട് അവരുടേത് ഫ്രീസ് ചെയ്തിരിക്കുന്നു, മരവിച്ചിരിക്കുന്നു. എന്താ കാരണം? വിഘടന പ്രവർത്തനം. എന്താ കാര്യം? രാജ്യവിരുദ്ധ പ്രവർത്തനം. എന്താ കാര്യം? ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞിട്ട് ബാൻ ചെയ്താൽ നയാ പൈസ ഉണ്ടാവില്ല. നഖ്സിൻ മിനൽ അംവാൽ. അപ്പം എന്താ സംഭവിക്കുക? ധനനഷ്ടം. കയ്യിലുള്ളതൊക്കെ പോയി. 2000 ഉറുപ്പ്യ എടുക്കൂല പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ ബേജാറ് എന്തായിരുന്നു ആലോചിച്ചു. 2000 ഉറുപ്പ്യ എടുക്കൂല പറഞ്ഞപ്പോൾ തന്നെയുള്ള ബേജാറ് എന്തായിരുന്നു. അത് 1500 വിറ്റോലുണ്ട് പിറ്റേന്ന് തന്നെ. കാരണം ഇത് കിട്ടണം ഔട്ടം വിചാരിച്ചിട്ട്. അതാണ് സംഭവിക്കാൻ പോണത്. നിങ്ങൾ പ്രതീക്ഷിക്കണത്. വനഖ്സിൻ മിനൽ അംവാൽ മാത്രമല്ല, മിനൽ അൻഫുസ്. അതാണ് വല്ലൻഫുസ്. ജീവൻ എന്താക്കും? നഷ്ടം വരും. നഷ്ടം വരിക എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാഴ്ചപ്പാടിൽ നഷ്ടം വരും. കൊല്ലും തന്നെ, കൊന്നു തീർക്കും. വസ്സമറാത്ത്. കായികനികൾ എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ. തേങ്ങ ഉണ്ട്, നെല്ലുണ്ട്, റബ്ബറുണ്ട്. ഇപ്പൊ തേങ്ങന്റെ മുകളിലൊന്നും പിടുത്തല്ല, ഫുള്ള് മണ്ടരി ആയിപ്പോയി, നായിനറിയാനും കൂടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പോയിട്ട് റബ്ബർ വാങ്ങി, അല്ലേ? അപ്പുറത്ത് മാഞ്ചിയം, ഇപ്പുറത്ത് തേക്ക്, അങ്ങനെ പല ജാതിയിലും. പിന്നെ റിസോർട്ടുകൾ, ഇങ്ങനെ പലതിലേക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിനും പറഞ്ഞ മാതിരി തീരുമാനത്തിന്റെ പ്രശ്നമുണ്ട്. ഇത് കേട്ടിട്ട് തന്നെ നമുക്ക് ബേജാറാകുന്നുണ്ടെങ്കിൽ നമ്മളൊരു കഥ ആലോചിച്ച് നോക്കുകയാണ്. ഇത് പോയില്ല. പോവാണ്ട് തന്നെ ഓരോരുത്തരെ കണ്ണ് കാണുമ്പോൾ വല്ലാത്തൊരു ബേജാറ് ഇപ്പൊ തന്നെ തോന്നുക. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഇത് പോവുന്നാണ് പറയണത്. ഈ വാക്ക് ശ്രദ്ധിക്കണം. വലനബ്ലുവന്നക്കും. നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. എന്തൊക്കെ കൊണ്ടാണ് പരീക്ഷിക്കപ്പെടുക? ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, ധനനഷ്ടം കൊണ്ട്, ജീവഹാനി കൊണ്ട്, കായികനികളുടെ നഷ്ടം കൊണ്ട്.
ഒക്കെ നിങ്ങൾ പരീക്ഷിക്കപ്പെടും. വബശ്ശിരിസ് സ്വാബിരീൻ. അപ്പോൾ സുബറുള്ളവരെ സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോഴും ദീനിൽ ഉറച്ചു നിൽക്കുന്നവർ എന്നാണ് സുബർ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് വിശക്കുമ്പോൾ സുബർ, അതിലിപ്പോൾ എന്താ ഒരു കഥ ഉള്ളത്? സുബർ അല്ലാണ്ട് കിട്ടാനില്ല, പിന്നെന്ത്? കിട്ടാനുള്ളപ്പോൾ തിന്നാണ്ട് നിൽക്കണേലല്ലേ ക്ഷമ എന്നറിയാം. ഒരുത്തനെ കിട്ടാനില്ല, പിന്നെ ഒരുത്തൻ വന്നിട്ട് നമ്മളങ്ങോട്ട് അടിച്ചു, ഓനെ നോക്കുമ്പോൾ തിരിച്ചെല്ലാം ഒരു വകയില്ല. അപ്പം ഞാൻ പറയാം, ഞാൻ ഓനോട് ക്ഷമിച്ചു. എന്താ ഇപ്പം അതിൻ്റെ ഒരു കഥ ഉള്ളത്? ക്ഷമിച്ച് ഇല്ലേ പയ്യ എന്താ കിട്ടുക? അത്ര സാധു ക്ഷമനെ പറ്റിയല്ല ഈ പറയണത്. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും വബശ്ശിരിസ് സ്വാബിരീൻ, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എല്ലാ ഉപരോധങ്ങളും ഉണ്ടായിട്ടും, ഭക്ഷണം തരാഞ്ഞിട്ടും മരുന്ന് തരാഞ്ഞിട്ടും, ആകെ മിസൈല് മാത്രം തന്നിട്ടും, അൽ ഖുദ്സ് ലനാ, ഖുദ്സ് ഞങ്ങളുടേതാണ്. അപ്പോൾ ഭൗതികമായിട്ട് നോക്കുമ്പോൾ എന്തിനാണ് ഇറ്റിങ്ങൾ വെറുതെ അല്ലേ, ആ കൊടുത്തച്ചൂടേതാണ്. അങ്ങനല്ല. വബശ്ശിരിസ് സ്വാബിരീൻ, അവർക്കറിയാം സുബറുള്ളവർക്ക് അള്ളാഹു സന്തോഷ വാർത്ത നൽകിയിരിക്കുന്നു. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഖന്തക്കിൽ നടന്നതാണ്, ബദറിൽ നടന്നതാണ്, ഉഹുദിൽ നടന്നതാണ്, അതൊക്കെ എന്നോ കഴിഞ്ഞു പോയതാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കേനും അല്ല. അഫ്ഗാനിൽ നടന്നതാണ്, ഇറാഖിൽ നടന്നതാണ്, അല്ലേ? എത്ര ബോസ്നിയയിൽ നടന്നതാണ്, ചെച്നിയയിൽ നടന്നതാണ്, സിറിയയിൽ നടന്നതാണ്, ഫലസ്തീനിൽ കാലങ്ങളായി നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോഴും നമ്മൾ വിചാരിച്ചത് വേറെ എവിടെയോ നടക്കുന്നതാണ്. നമ്മൾ ആൾക്കാർ മരിക്കണതിനെ കുറിച്ച് അങ്ങനെയാണല്ലോ പറയാം. മനുഷ്യന്മാരെ കാര്യം എത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒഴിവാന്നുള്ള ആൾക്കാർ പറയാം. മരണവാർത്ത കേൾക്കുമ്പോൾ നമ്മൾ പറയില്ലേ, മനുഷ്യന്മാരെ കാര്യം എത്രയേ ഉള്ളൂ. ഇന്നലെയും കൂടി പള്ളിയിൽ എന്നാണ് ശരി, ഇത് നിൻ്റെയും കൂടി കാര്യമാണ്, എൻ്റെയും കൂടി കാര്യമാണ് എന്ന് ഓർമ്മയില്ലാണ്ടാണ് പറയാം. അപ്പോൾ അങ്ങനല്ല, ഇത് നമ്മുടെയും കാര്യമാണ്. ഈ വഴിയിലൂടെ വേണം നിങ്ങൾക്ക്. കാരണം നേടിയെടുക്കാനുള്ളത് ചെറിയതല്ല, നേടിയെടുക്കാനുള്ളത് ജന്നാത്തുൽ ഫിർദൗസാണ്, അള്ളാഹുവിൻ്റെ റിളയാണ്, പൊരുത്തമാണ്. പണ്ട് ഏതോ ഒരു മഹാൻ പറഞ്ഞല്ലോ, ഏതാ മഹാൻ എന്നുള്ളത് ഓർമ്മ ഉള്ളവർക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളിൽ ഇടപെടും, അല്ലേ? അതാരാ പറഞ്ഞ്? ഏതോ ഒരാൾ പറഞ്ഞ, ആളാരായാലും പറഞ്ഞതുള്ളതാ. നമ്മളെല്ലാവരും വിചാരിച്ച് ദിക്കറൊക്കെ ചെല്ലി ദ്വാരുന്ന് നമുക്ക് സുഖമായിട്ട് ഇവിടെ നിന്നാൽ പോരെയെന്ന്. ഇപ്പം പള്ളി കമ്മിറ്റി മുഴുവൻ തീരുമാനം എടുക്കുകയാണ്. 12:45 ജുമ, 1 മണിൻ്റെ ജുമ, 1:30 ജുമ. എന്തേ നമുക്ക് ഇതിലൊന്നും ഇടപെടാണ്ട് നമുക്ക് ദിക്ർ ദുആ സലാത്ത് സലാമായിട്ട് നമ്മളുടെ അഖീദയും തൗഹീദും നമ്മളെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയാൽ മതി, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഉള്ള ബുദ്ധിമുട്ട് അതിൽ ഇറങ്ങണവർക്കല്ലേ ഉള്ളൂ എന്നായിരുന്നു. ഇറങ്ങണവർക്കും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നവർക്കല്ല, ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റൂല. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളെല്ലാവരും എത്തിയത്. എല്ലാ മതസംഘടനകളും സജീവമായ ചർച്ച എന്താണ്? ജുമാ സമയം മാറ്റണം. ജുമയാണ് മാറ്റണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 12:30 ജുമാ നിശ്ചയിച്ചടുത്ത് ഖത്തീബ് അങ്ങാൻ 5 മിനിറ്റ് വൈകിയാലുള്ള കഥ എന്തേക്കും? ഞാൻ ഖത്തീബായതുകൊണ്ട് മാത്രം പറയല്ല, അഥവാ ഒരു ഖത്തീബ് അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് ഇതുവരെ നേരം വൈകി പോണ്ടി വന്നില്ല, അള്ളാഹ് കാക്കട്ടെ. അഥവാ 5 മിനിറ്റ് വൈകിന്ന് വിചാരിക്കും, എന്തേക്കും അയാളുടെ അവസ്ഥ? നാട്ടുകാർ മൊത്തം ആരെ നോക്കൂ? സെക്രട്ടറിയും പ്രസിഡന്റിനെയും നോക്കൂ. നാട്ടുകാർ ഖത്തീബിനൊന്നും നോക്കൂല. സെക്രട്ടറിയും പ്രസിഡന്റും ആണ് പിന്നെ ആരെ നോക്കേണ്ടത്? നാട്ടുകാർ മൊത്തം ചോദിക്കും, നിങ്ങൾ ആരാന്ന് ഏൽപ്പിച്ചത് എന്ന് ചോദിക്കും. കൊല്ലങ്ങളായിട്ട് ഏൽപ്പിക്കണ പോലെ തന്നെയാണ്, സംഗതി തന്നെയാണ് ഒക്കെ ഉണ്ട്. പക്ഷെ അന്ന് നേരം പെയ്യാല് പിന്നെ കഴിഞ്ഞ ആഴ്ച ഏൽപ്പിച്ചു എന്ന് ഓർമ്മയുണ്ട്. ആരാണെന്ന്? പക്ഷെ അതേ പള്ളി കമ്മിറ്റിയും ഓല നേതാക്കന്മാരും സംഘടനയും കൂടിയിട്ട് ഇപ്പൊ തീരുമാനിക്കുകയാണ്, ജുമ 12:45, ജുമ 1 മണിക്ക്, ജുമ 1:15. എന്തിനാ മാറ്റുന്നത്? അത് മാറ്റുന്നത് നിങ്ങൾ ദിക്റിനുള്ള സൗകര്യത്തിനോ ദുആ ചെയ്യാനുള്ള സൗകര്യത്തിനൊന്നുമല്ല. പൊളിറ്റിക്കൽ അല്ലാത്ത ഒരു കാരണവും അതിനില്ല ആ ജുമ മാറ്റാൻ. ഉണ്ടോ? ഇല്ല. എന്താ കാരണം?
നമ്മൾ വിചാരിച്ച് നമ്മൾ സുരക്ഷിതരായിട്ട് മദ്രസയിലും എത്തിങ്ങാനും പള്ളിയിലൊക്കെ ഇങ്ങോട്ട് കൂടാതാണ്. അപ്പം എന്ത് ചെയ്ത് ഒലിങ്ങോട്ട് വന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് വെള്ളിയാഴ്ച ഒരു ഇലക്ഷൻ അങ്ങോട്ട് വെച്ചെന്ന്. അപ്പം നമ്മളെന്താക്കി, നമ്മൾ യോഗം കൂടേണ്ടി വന്ന്. തെരഞ്ഞെടുപ്പിന് പോണ ആൾക്കാരോട് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കണം എന്താ അറിയോ, ബൂത്ത് ഏജന്റ്, റിട്ടേണിംഗ് ഓഫീസർ, ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരോട് നമ്മളിപ്പോൾ എന്താ പറഞ്ഞറിയോ, എന്താ പറഞ്ഞേ, നിങ്ങൾ ലോറിസ്കരിച്ചാൽ മതി, ലോറിസ്കരിച്ചാൽ മതി. വെള്ളിയാഴ്ച പള്ളിക്കും കൂടി വരാത്തവൻ പിന്നെ എന്തായിരുന്നു? അപ്പോൾ ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് വേറെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ലോറിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ അടുത്തേക്ക് അത് ഇങ്ങോട്ട് വരും എന്നാണ്. ഇങ്ങോട്ട് വരും. ഉംറക്ക് നേരത്തെ മുൻകൂട്ടി ടിക്കറ്റ് എടുത്തു പോയ ആൾക്കാരുണ്ട്. ആളുകൾക്ക് ഇതിൻ്റെ പൊരുളറിയില്ല. നമ്മളതുമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് അതറിയാം. മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഗ്രൂപ്പ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യും. കാരണം ട്രാവൽസിന് ഗ്രൂപ്പ് ടിക്കറ്റിലാണ് ലാഭം. അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ട് ഉണ്ടാവും 50 100 ഈ ഗ്രൂപ്പ് ടിക്കറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നീട്ടി വെക്കാനോ ക്യാൻസൽ ചെയ്താൽ റീഫണ്ടോ ഉണ്ടാവില്ല. അതാണ് ഗ്രൂപ്പ് ടിക്കറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓരോ ഗ്രൂപ്പുകാർ ബുക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ഇലക്ഷൻ ഇല്ല, അത്രയും മുമ്പ് ബുക്ക് ചെയ്ത. ഇനിയിപ്പോൾ മാറ്റുകയാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അത്രയും കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടും. കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥയിൽ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ ഈ അവസ്ഥ എല്ലാം മാപ്പിളാരെ മേല് മാത്രമുള്ള ബാധ്യതയാണ്. നിങ്ങളെ ഉംറങ്ങൾ മാറ്റിവെക്കണം, നിങ്ങളെ ജുമാങ്ങൾ മാറ്റിവെക്കണം. ഇവിടെ മതേതര കക്ഷികൾക്ക് ആ ജാതി ഒരു ബേജാറില്ല. ഒരു തമ്മിൽ മത്സരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അതിനെപ്പറ്റി? ഇപ്പം നമ്മളെല്ലാവരും കൂടി ഉള്ളിടത്തുനിന്ന് ഒരു വിലപ്പെട്ടൊരു സാധനം പെടുന്ന ഒരാൾ പിടിച്ചലിച്ച് കൊണ്ടുപോകാൻ വിചാരിച്ചോളൂ. ഇതപ്പോൾ ഇവിടെ നമ്മളെ കയ്യിലൊരു പെട്ടിയുണ്ട്, കുറേ സ്വത്തും മുതലുള്ള ഒരു പെട്ടിയുണ്ട് വിചാരിച്ചോളൂ. 2-3 മല്ലന്മാർ വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മളാവതുള്ളവരെല്ലാവരും കൂടി എന്ത് ചെയ്യൂ? അത് തടയും. തടയാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് പിടിച്ചു വെക്കുമ്പോൾ ഓല അങ്ങോട്ട് വലിക്കൂ, ഓലടുത്തേക്ക് വലിക്കൂ, നമ്മളങ്ങോട്ട് വലിക്കൂ, അവനാൻ്റെ അടുത്തേക്ക് വലിക്കുകയാണ് എന്ന് പറഞ്ഞാൽ 4 ബൈക്ക് വലിക്കുകയാണ്. ഓല വലിയോ കറക്റ്റ് ഒരു സ്ഥലത്തേക്കാണ്. ആരാ വെട്ടിയും കൊണ്ടുപോവുക? വെട്ടി കൊണ്ടുപോലോ. ഈ പ്രതിരോധിക്കുന്ന ആൾക്കാരുടെ വലി ഒരു ഭാഗത്തേക്കാണ്ടേ, ഒന്നെങ്കിൽ തെക്കോട്ട്, അല്ലെ വടക്കോട്ട്, അല്ലെ പടിഞ്ഞാറ്റാണ്ടേ. എന്നാലല്ലേ തട്ടിക്കൊണ്ടുപോകുന്നിടത്തും പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വലിക്കണമെങ്കിൽ ഈ കൂടിക്കണ ആൾക്കാർക്കൊക്കെ ഒരു നേതാവ് വേണ്ടേ? വേണ്ടേ? അങ്ങനെ ആ നേതാവല്ലേ പറയാ വടക്കോട്ട് വലിക്കടാന്ന്. അപ്പൊ എല്ലാവരും കൂടി വടക്കോട്ട് വലിക്കും. ഇപ്പോഴോ ഒരാൾ തെക്കോട്ട്, ഒരാൾ വടക്കോട്ട്, ഒരാൾ പടിഞ്ഞാറ്റ്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ കലാശാല എന്തിനാണ് ഭാരം വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഏലൈസ വിളിക്കണത്? നിങ്ങൾ ശ്രദ്ധിച്ചു? ഓൾക്ക് പുതിയതായിട്ട് എന്തെല്ലോ വിളിച്ചറിയല്ല, അല്ല, ഫോഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. മനസ്സിലായില്ലേ എനിക്ക്? ഏലൈസ. അപ്പൊ ആ ഒരു നേതാവ് വിളിച്ചു കൊടുക്കും, എല്ലാവരും കൂടി ആ വിളിന്റെ കൂടെയാണ് പിടിക്കുക. അപ്പൊ എല്ലാവരുടെയും ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ഒരേ ടൈമിലാവുന്നു. അപ്പോ 10 കിൻഡലുള്ള ഒരു സാധനം 10 ആള് ചേർന്നിട്ട് ഒരേ സമയത്ത് അപ്പൊ അതങ്ങോട്ട് പൊന്തും. നമ്മളൊരു വണ്ടി ഉന്താൻ പോകും. എങ്ങനെയാ? വണ്ടി ഓഫായി ഉന്താൻ പറഞ്ഞാൽ ഒരാൾ ഉന്തി കഴിഞ്ഞാൽ അപ്പൊ മറ്റാൾ ഉന്താൻ തുടങ്ങുന്നുണ്ടാവും. അപ്പൊ മറ്റൊരാൾ ഉന്തിയുണ്ടാവും. 20 ആൾ ഉന്തിയാലും വണ്ടി അനങ്ങൂല. എന്താ കാരണം ഇതിന്റെ മുകളിൽ പ്രയോഗിക്കപ്പെടുന്ന പവർ ഒരു സമയത്ത് ഒരാളുടെ പവറാണ്. തൊട്ടടുത്ത സെക്കൻഡിലാണ് അടുത്ത ആളുടെ പവർ വരുന്നത്. ഇതൊരാൾ നിന്ന് അലൈസ് വിളിച്ചു കൊടുത്താൽ ഈ 10 ആളുടെയും പവർ ഒരേ സമയത്ത് പ്രയോഗിക്കപ്പെടുമ്പോൾ വണ്ടി നീങ്ങും. ഇത് വണ്ടി എന്തിനും ഭാരം വലിക്കുന്നതിന് മാത്രം ബാധകമല്ല, ഉമ്മത്ത് കഴിച്ചിലാണെങ്കിൽ അത് നിർബന്ധമാണ്. അതുകൊണ്ട് എന്താണ്, ഫാസിസ്റ്റുകൾക്കെതിരെ വോട്ട് ചെയ്യാൻ ജാഗ്രത കാണിക്കണം, ഉംറ നിർത്തിയേക്കണം, ജുമാന്റെ സമയം മാറ്റണം. ഇതൊക്കെ കഴിഞ്ഞ് ആടെ ചെന്ന് നോക്കിയിട്ട് ഈ ഉംറയെ നിർത്തിവെച്ച് പള്ളിയിൽ നിന്നും ജുമയെ ഒഴിവാക്കി പോയവന് 4 വയ്ക്കി. മറ്റവനോ ഇന്ത്യ രാജ്യത്ത് കൊള്ള നടത്തി ഇവിടുത്തെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്ത് ഈ നാട് പിടിച്ചെടുത്തതാണ് മാപ്പിളാര്, അതുകൊണ്ട് പോലെ ഒഴിവാക്കണം എന്ന് പറയുന്ന കൂട്ടര് അവരുടെ സ്ട്രെങ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഭാഗത്ത് അൽ കുഫ്റു മില്ലത്തുൻ വാഹിദ. ആരാ ജയിക്കുക? എന്നിട്ട് നമ്മൾ അടക്കം വെച്ചിട്ടിട്ട് പ്രാർത്ഥിക്കുക, പടച്ചോനെ തെങ്ങുണ്ടാകണേ. എന്നിട്ട് നമ്മൾ പറയാം അള്ളാഹ് നമുക്ക് തെങ്ങ് തന്നില്ല. ഇതാണ് കോലം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അത് നമ്മൾ ചെയ്യണം.
നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതെ നമ്മളുടെ ശക്തി ക്ഷയിച്ച് അത് ചിതറിപ്പോയി. അതുകൊണ്ടാണ് കള്ള് ഹറാമാണ്, പന്നിയിറച്ചി ഹറാമാണ്, വ്യഭിചാരം ഹറാമാണ്, പലിശ ഹറാമാണെന്ന് മാത്രമല്ല അള്ളാഹ് പറഞ്ഞത്, വലാ തഫറഖു, ഭിന്നിപ്പ് ഹറാമാണ്. നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ ഒന്നിക്കണം എന്നൊക്കെ പറയും. ഐക്യമത്വം മഹാബലം അല്ലേ? ഇതൊക്കെ ആരോടൊപ്പം നമ്മൾ പറയാം. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. സബറുള്ളവർക്ക് സന്തോഷ വാർത്ത. അല്ലദീന, ഒരു കൂട്ടരാണ് അവര്. എന്താണ് അവരുടെ പ്രത്യേകത? ഇദാ അസാബത്തുഹും, അവരെ ബാധിച്ചു കഴിഞ്ഞാൽ, മുസീബത്ത്, എന്തെങ്കിലും ഒരു വിപത്ത് അവരെ ബാധിച്ചാൽ, ഖാലൂ, അവർ പറയും, ഇന്നാ ലില്ലാഹ്, നിശ്ചയമായും ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ്. സത്യത്തിൽ ഉമ്മത്ത് മുസ്ലിമൊക്കെ ഇപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ മുസീബത്ത് ഈ പളർപ്പും ഭിന്നിപ്പുമാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. ബദറിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുറഞ്ഞ ആൾക്കാർ കൂടിയ ആൾക്കാരെ ജയിച്ചിട്ടുണ്ട് അല്ലേ? കുറഞ്ഞ ആള് കുറഞ്ഞു എന്നുള്ളതല്ല വിഷയമല്ല, ഉമ്മത്താവുക എന്നുള്ളതാണ് വിഷയം. ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ, ഇബ്രാഹിം നബി ഒറ്റക്കന്നെ ഒരു സമുദായമായിരുന്നു, ഒരു ഉമ്മത്തായിരുന്നു എന്നാണ്. നമ്മൾ ഉമ്മത്തല്ല, നമ്മൾ ആരാണ്? നമ്മൾ കൗമാണ്. അതാണ് വ്യത്യാസം. ഞാൻ നിങ്ങളോട് മുമ്പേ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, കൗമും ഉമ്മത്തും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ലോങ് റൂട്ട് ബസ്സിലൊക്കെ പോണ സമയത്ത് ഇടയ്ക്ക് ചോറുന്നാൻ വേണ്ടി നിർത്തും. ഏത് ഹോട്ടലിന് മുമ്പിൽ മൂത്രയ്ക്കാനും ചോറുന്നാനും ഒക്കെ ഉള്ളൊരു സമയമാണത്. ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൾക്കാർ ഹോട്ടലിൽ പോവും. എന്താ തിന്ന ഓരോരുത്തർക്ക് വേണ്ടി ഓരോരുത്തരും തിന്നു. എല്ലാവരും തിന്നുവോ? എല്ലാവരും ഒന്നും തിന്നൂല. പൈസ ഉള്ളവൻ തിന്നു, ഇല്ലാത്തവൻ ചൂടുവെള്ളം മയം കുടിച്ച് കരിങ്ങാലിവെള്ളം മയം കുടിച്ച് ബസ്സിൽ തന്നെ കയറിയിരിക്കും അല്ലേ? ഒരേ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്തായിരിക്കും. ഈ രണ്ടാൾ ഇറങ്ങിപ്പോയിട്ട് ഒരുത്തൻ ചൂടുവെള്ളം കുടിച്ച് കയറും, മറ്റോ ഹോർലിക്സും കുടിച്ച് കയറും. കാരണം തമ്മിൽ ബന്ധമല്ല, ഉത്തരവാദിത്തമല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ബാധ്യതയില്ല, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതേ സമയത്ത് നമ്മളെല്ലാവരും കൂടി ഇവിടുന്ന് വയനാട്ടിലേക്ക് ടൂറ് പോവുകയാണ്. പോയല്ലോ, അപ്പോൾ ലക്കിടി നിർത്തിയാൽ എന്താ ചെയ്യുക? കുറേ ആൾ ഇറങ്ങും, കുറേ ആൾ ചൂടുവെള്ളം, കുറേ ആൾ പച്ചവെള്ളം, ചില ആൾ ഒന്നും കുടിക്കാനില്ലായിട്ട് ഇങ്ങനെ പാവം തോന്നി ഇങ്ങോട്ട് വരിക. അങ്ങനാണോ? അല്ല. അതെന്താ കാര്യം? എല്ലാവരും ഒരു ലക്ഷ്യത്തിന് ഇറങ്ങിയവരാൻ, എല്ലാവരും പരസ്പര ബന്ധമുള്ളവരാൻ, എല്ലാവരും ഒരു നേതാവിന് കീഴിലാണ്, എല്ലാവരുടെയും മാർഗം ഒന്നാണ്. അപ്പം എന്താവും? ഈ രണ്ടാമത് പോയതിനാണ് ഉമ്മത്ത് എന്നറിയാം, ആദ്യത്തേനാണ് കൗമ് എന്നറിയാം. നമ്മളിപ്പോൾ ഇവിടുന്ന് പറയൂ എൻ്റെ കൗമ, ഓ നമ്മളെ കൗമാന്ന്, അതിൻ്റെ അർത്ഥം മുസ്ലിമാന്നാ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെ അംബിയാ മുർസലീങ്ങൾ കൗമ് എന്ന് പറഞ്ഞത് വിശ്വാസികളെ കുറിച്ചല്ല. തായിഫിൽ നിന്ന് ആട്ടി ഓടിക്കുന്നവർക്ക് വേണ്ടി റസൂൽ പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമീ, എൻ്റെ കൗമ എനിക്ക് പുറത്തു കൊടുക്കണേ, എറിയണവരാണ് കൗമ്. അപ്പൊ കൗമ് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവരും കൗമാണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരേ മാർഗത്തിൽ വ്യവസ്ഥാപിതമായി പരസ്പര ബന്ധത്തോടെ പോകുന്നവർ എന്നതാണ്. നമ്മളിപ്പോൾ കൗമാണോ ഉമ്മത്താണോ? അല്ലാഹ് നമ്മളോട് പറഞ്ഞത് വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നിങ്ങളൊരു ഉമ്മത്തായി തീരണം എന്നാണ്. കൗമായാ പോരാന്നാണ്. എനിക്ക് എപ്പോഴാ വരുന്നാൾ? ചൊവ്വാഴ്ച. ഓനോ എനിക്ക് ബുധനാഴ്ച. എനിക്ക് എപ്പോഴാ ദിവസം തുടങ്ങണേ? മഗ്‌രിബിന്. മറ്റോ എനിക്ക് സുബൈക്ക്. അല്ലേ? ആണോ അല്ലേ? എന്താ കാര്യം എന്നറിയോ? ഒരുത്തന് പൊറാട്ട, ഒരുത്തന് ചപ്പാത്തി, ഒരുത്തന് ചൂടുവെള്ളം. ഇജ്ജ് എങ്ങോട്ടാ പോണേ? ഞാൻ കോതമംഗലത്തേക്ക്. മറ്റോനോ ഞാൻ തൃശ്ശൂർ ഇറങ്ങും. കയറിയതോ ഓരോരുത്തർ ഓരോ സ്ഥലത്തുനിന്നും കയറുക, ഓരോ സ്ഥലത്ത് ഇറങ്ങുക, ഓരോന്നൊക്കെ ചെയ്യുക, തമ്മിലൊരു ബന്ധവുമില്ല. ഇതിനാണ് കൗമ് എന്ന് പറയുക. ഇപ്പം നമ്മളങ്ങനെയാണ്. അതേ സമയത്ത് ഉമ്മത്ത് എന്നാകുമ്പോൾ അങ്ങനെ ആവില്ല. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? പരസ്പര ബന്ധം ഉണ്ടാവും. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ,
വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. ഈ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണമെന്നാ. നന്മ ഉപദേശിക്കണം എന്നല്ല, നന്മ കൽപ്പിക്കണം എന്നാണ്. കൽപ്പിക്കണമെങ്കിൽ എന്ത് വേണം? എങ്ങനെ നന്മ കൽപ്പിക്കുക? കൽപ്പിക്കണമെങ്കിൽ പവർ വേണ്ടേ? അതാണ്, പവർ വേണം. നല്ല കൽപ്പിക്കാൻ പറ്റും. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. തിന്മ വിരോധിക്കണം, ചെയ്യരുതേ എന്ന് പറയണമെന്നല്ല, ചെയ്യരുത് എന്ന് പറയണം. ഇത് ശവ്വാൽ മാസം അല്ലേ? റമദാനിലെ യുദ്ധം ഏതായിരുന്നു? ബദർ. ശവ്വാലിലെ ഏതാണ്? റമദാനിലെ എല്ലാവരും പറയൂ. ശവ്വാലിലെ ഏതാണ്? ഉഹുദ്. ഹിജറ 2-ാം വർഷം ബദർ അപ്രതീക്ഷിതമായ പരാജയത്തോടെ ഖുറൈശികൾ പിരിഞ്ഞുപോയി. പോയ പിറ്റേന്ന് മുതൽ അവർ തിരിച്ചടിക്കണമെന്ന് വിചാരിക്കുന്നു. അടുത്ത കൊല്ലം ശവ്വാൽ മാസം ആദ്യവാരം അവർ മദീനയെ ആക്രമിക്കാൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഇങ്ങനെ വരുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയപ്പോൾ പറഞ്ഞു, ഒരു വരികയാണെങ്കിൽ നോക്കാം, നമുക്ക് കൊടുക്കാം. ചെറുപ്പക്കാരായ ആൾക്കാർ നബീനോട് പോയിട്ട് പറഞ്ഞു, അല്ല നബി, ഓലെ അങ്ങോട്ട് മദീനയിലേക്ക് കയറ്റരുത്, നമുക്ക് പുറത്തേക്ക് അങ്ങോട്ട് പോകാം, മദീനൻ്റെ പുറത്തു പോയിട്ട് തടയണമെന്ന്. അപ്പം ഞാനല്ലടാ മുമ്പേ നേതാവ് എന്നൊന്നും ചോദിച്ച് നിൽക്കാണ്ട് നബി എന്ത് ചെയ്തു? എന്നായിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് പോകാം, അതിനും കൂടിയാ നേതാവ് എന്ന് പറയാം. അങ്ങനെ ഉഹുദിൽ പോയി. പോണ നേരത്ത് നബിൻ്റെ കൂടെ 1000 ആള്, ശത്രുക്കൾ 3000 ആള്. 1000 ആളും 3000 ആളും ബൈക്ക് വെച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് റളിയല്ലാഹു അൻഹു പറയണ്ട, മൂപ്പർ മുനാഫിക്കാണ്. അറബി പേര് കേൾക്കുമ്പോൾ ഒത്ത റളിയല്ലാഹു അൻഹു പറയണ്ട. അങ്ങനെയാണ് പണ്ട് ബഹുമാനപ്പെട്ട ജബൽ അബി ഖുബൈസ് എല്ലാവരും കൂടെ റളിയല്ലാഹു അൻഹു എന്ന മലയുടെ മുകളിൽ നിന്ന് ബാക്കി വയലായിരുന്നു. അപ്പോൾ മലൻ്റെ പേരായിരുന്നു കുറച്ച് കഴിയുമ്പോൾ തിരിഞ്ഞു. അപ്പോൾ അറബി എന്ത് കേട്ടാലും റളിയല്ലാഹു അൻഹു പറയാ, ഇമാമിന് എവിടെ ശ്വാസം മുട്ടിയാലും ആമീൻ പറയാ. കാരണം നമുക്ക് ആവതില്ല, നമുക്ക് ആരാൻ തിരിയൂല. അപ്പോൾ ഇമാമിന് ദുആന്ന് ശ്വാസം മുട്ടിപ്പോയപ്പോൾ നമ്മൾ ആമീൻ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിൻ്റെ കൂടെ 300 മുനാഫിക്കുകൾ പിരിഞ്ഞുപോയി. കഴിച്ചെത്ര ഉണ്ടാവും? 700 ആൾ. ഈ 700 ആളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50 ആളെ വിളിച്ചു. വാ, ആ കാണുന്ന ജബൽ അയിൻ്റെ മുകളിൽ കയറി നോടിയാണ്. ബാക്കി 650 ആൾക്കാരോട് ഇവിടെ വെക്കാൻ പറഞ്ഞു. ബേക്കിൽ ഉഹുദ്, മുമ്പിൽ ഈ കൂട്ടർ. അപ്പോൾ ശത്രുക്കൾ അവിടുന്ന് ഇങ്ങോട്ട് നല്ല സുഖമായിട്ട് എതിരിടാം. നല്ല സുഖമൊന്നും ഉണ്ടാവില്ല. 3000 ആളെ 650 ആൾ നേരിടുമ്പോൾ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആദർശമുണ്ട്, കൗമല്ല, ഉമ്മത്താണ്. ഈ 50 ആളോട് പറഞ്ഞു, നിങ്ങളിവിടെ അമ്പും വില്ലായിട്ട് നിൽക്കുക, ഇറങ്ങരുത്. യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ട് നമ്മുടെ മയ്യത്ത് കഴുകന്മാർ കൊത്തി വലിക്കണത് കണ്ടാൽ പോലും ഇറങ്ങരുത്. അത്ര കർശനമായ ഓർഡർ. കാരണം ആ മല വളരെ നിർണായകമാണ്. അതിൻ്റെ അപ്പുറത്തുകൂടി ഇങ്ങോട്ട് കയറാൻ പറ്റും ശത്രുക്കൾ. അത് കയറാതിരിക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ ആൾ വേണം. അതാണ് റസൂലുള്ളാഹിൻ്റെ തന്ത്രം. അങ്ങനെ യുദ്ധം തുടങ്ങി. 10-25 ആൾക്കാർ അവരെ കൂട്ടത്തു നിന്നും കൊല്ലപ്പെട്ടു. അവർ ചെതറി പിന്തിരിഞ്ഞോടി. യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. ഈ 650 ആൾക്കാരെ 3000 ആൾക്കാരോട് പൊരുതിയിട്ട് അവരിൽ നിന്ന് ആളുകൾ കൊല്ലപ്പെട്ട് അവർ പിന്തിരിഞ്ഞോടി, രക്ഷലാണ്. അപ്പോൾ ഈ മലൻ്റെ മുകളിൽ നിന്ന ആൾക്കാർ നോക്കി, നമുക്ക് ഇറങ്ങാം. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇറങ്ങാനായില്ല, റസൂല് പറഞ്ഞിട്ട് നമ്മളോട് ഇവിടെ നിൽക്കാൻ. അതിപ്പോ എന്താണ് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്? തോൽക്കണേ, ഇത് ജയിച്ചില്ലേ, ഇനി ഇറങ്ങിക്കൂടെ എന്ന്. അല്ല, ഇറങ്ങാൻ പറ്റൂല, റസൂൽ ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഇവിടെ തന്നെ നിൽക്കണം. എന്തിനാണ് എന്നാ ഓല് നമ്മളെ സ്വഭാവം കാണിച്ചു. നമ്മളുണ്ടല്ലോ, അതിപ്പോ എന്തിനാ, അതിപ്പോ എങ്ങനെ ആയാലും എന്താ, അതിപ്പോ അങ്ങോട്ട് പോയാൽ എന്താന്ന് ചോദിക്കണ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഓലെ കാണിക്കരുതേനും ഓലെ കാണിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആകെ 10 ആളെ കേട്ടുള്ളൂ. ബാക്കി 40 ആൾ അവിടെ നിന്ന് ഇറങ്ങി. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം തോറ്റോടി പോവുകയാണെങ്കിലും മൂപ്പരിങ്ങനെ നോക്കുന്നുണ്ട്, ജയിക്കാൻ എന്താ മാർഗം. മൂപ്പർ അങ്ങനെയുള്ള ഒരാളായിരുന്നു. എല്ലാം തോൽക്കാൻ പോണ ബിസിനസ് മൂപ്പര് ജയിപ്പിക്കും.
അങ്ങനെ അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു, എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമെന്ന്. നോക്കുമ്പോൾ അതാ ജബൽ ഐൻ, അതിന് പിന്നെ ജബൽ റുമാത്ത് എന്ന് പേര് വന്നത് ഈ അമ്പെയ്ത്തുകാരെ നിർത്തിയത് കൊണ്ടാണ്. ആ ജബൽ റുമാത്ത് കാലിയായല്ലോ, കുറഞ്ഞ ആളുകൾ, ബാക്കി എല്ലാവരും ഇറങ്ങിയിട്ട് വന്നു. വരുന്നതാണ്. അങ്ങനെ കുതിരപ്പട കൂട്ടിയിട്ട് അദ്ദേഹം ഇപ്പുറത്തുകൂടി വരുമ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഖുറൈശികളെ ഓടല്ല, തിരിച്ചു വാ. ഇത് കേട്ട് അബൂ സുഫിയാനൊക്കെ നോക്കുമ്പോൾ രംഗം മാറി. അവര് ജബൽ റുമാത്തിന്റെ ഇപ്പുറത്തൂടെ മുസ്ലിങ്ങളുടെ പിറകിലേക്ക് പോയി. പിന്തിരിഞ്ഞോടുന്നവർ അവിടെ നിന്ന് ഇങ്ങോട്ടും വന്നു. അപ്പൊ ആ മുസ്ലിങ്ങളുടെ നടുക്കായി പോയി. മാത്രമല്ല ഒരു വാളൊക്കെ ഉരിച്ചിട്ട് വേറെ പണിയില്ലേ. അപ്പൊ അതുകൊണ്ട് വമ്പിച്ച പരിക്ക് റസൂലുള്ളാഹിന്റെ പുറത്ത് വിട്ടേറ്റു. മുഖം കല്ലുകൊണ്ട് തകർന്നു, മുട്ട് പൊട്ടി, കുഴിയിൽ വീണ് ബോധം പോയി. ഹംസാ റളിയല്ലാഹു, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു പോലുള്ള വളരെ പ്രഗത്ഭരും നിർണായകവുമായ ആളുകൾ ഷഹീദായി. എന്താ സംഭവിച്ചത്? നിങ്ങൾ ആലോചിക്കേണ്ടത് റസൂലുള്ള ഉള്ളപ്പാ, റസൂലുള്ള ഹയാത്തിൽ ആ മൈതാനത്ത് ഉള്ളപ്പോഴാണ് ഇത് സംഭവിക്കണേ. എന്താ കാര്യം? ഉമ്മത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് ഓല് മാറി. ഓല് സ്വന്തം വാക്യം പറയില്ല. പക്ഷെ എന്നാലും മുസ്ലിങ്ങളെ അവർ അമ്പയെ പരാജയപ്പെടുത്തി കൊന്നുകളയുകയോ മദീന ആക്രമിക്കുകയോ ഒന്നും ചെയ്യാതെ അവർ തിരിച്ചുപോയി. ഖുറൈശികൾ തിരിച്ചുപോയി. ഇതൊക്കെ സംഭവിച്ചിട്ട് 70 ആളുകൾ മുസ്ലിങ്ങളുടെ ഭാഗത്തും ഷഹാദത്ത് വരിച്ചിട്ടും തോൽപ്പിക്കാമായിരുന്നിട്ടും മൊത്തം കൊന്നുകളയാമായിരുന്നിട്ടും മദീനയിലേക്ക് ഇവരെ കൊന്നിട്ട് പിന്നെ മദീനയിൽ പോയിട്ട് അവിടെയും ആക്രമണം നടത്താമായിരുന്നിട്ടും അവരത് ചെയ്യാതെ അവർ പിരിഞ്ഞുപോയി. എന്തുകൊണ്ട്? അജ്ഞാതമായ ഒരു കാരണത്താൽ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. ആ കാരണം അജ്ഞാതമാണ്, മനുഷ്യന്മാർക്ക് അറിഞ്ഞൂടാ. അള്ളാഹുവിന്റെ ഇടപെടലാണ്. അള്ളാഹിന്റെ ഇടപെടൽ എന്തുകൊണ്ടാണ് ഉണ്ടായത്? അതൊരു ഉമ്മത്തായതുകൊണ്ടാണ്. അപ്പൊ അനുസരണക്കേട് കാണിച്ചതിന് ഫലം അവർ കണ്ടു. പക്ഷെ അതിന്റെ ശേഷവും റബ്ബ് എന്താക്കി? സഹായിച്ചു. കാരണം അതൊരു ഉമ്മത്താണ്. നിങ്ങളൊരു ഉമ്മത്താണെങ്കിൽ അള്ളാഹ് സഹായിക്കും. ഓരോരുത്തരും തോന്നിയ മാതിരി ആയാല് ഉണ്ടാവില്ല. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് എല്ലാവരും പൈസ ചെലവാക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, ദ്വാരക്കുന്നുണ്ട്, കുനൂത്തുണ്ട്, പ്രാർത്ഥന ഉണ്ട്, ഒക്കെ ഉണ്ട്. നമ്മളെ നമുക്ക് തോന്നുന്നിടത്തേക്കും നമുക്ക് തോന്നുന്ന സമയത്തുമാണ്. തട്ടിപ്പറിച്ചുകൊണ്ടാവും വന്നവന് വളരെ കൃത്യമാണ്. അവൻ്റെ വോയിസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു, അവന് ലീഡർഷിപ്പ് ഉണ്ട്, അവന് വിഷനുണ്ട്, അവനെല്ലാം ഉണ്ട്. അവൻ തട്ടിക്കൊണ്ടുപോകും. അതാണ് നമുക്ക് ഇന്ത്യയുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹത്തായ പാരമ്പര്യമുണ്ട്. ഏത് കാര്യത്തിലും ഇറങ്ങാനുള്ള ഒരു ടെൻഡൻ. നിങ്ങൾ മുങ്ങി മരിക്കുന്ന ആൾക്കാരെ വായിച്ചിട്ടുണ്ട്. എപ്പോഴും വാർത്ത വായിച്ചു നോക്കേണ്ടി മുങ്ങി മരിക്കുന്ന ആൾക്കാർ അധികം മുസ്ലിങ്ങളേക്ക് അയക്കും. എന്താ കാരണം അറിയെങ്കിൽ? എന്താ കാരണം? ഈ മാപ്പിളാരെ എടുത്ത് ചാടൂ, ഒരു നോക്കിക്കൂല, വെള്ളം കണ്ടാൽ കുളിക്കും, ഒരു കച്ചവടം വന്നാൽ മുതലെടുക്കും. ആ പരിപാടിയില്ല. എന്തോ ആവോ, കിട്ടുമോ, പോവോ, അതില്ല, അങ്ങോട്ട് പോവാ. ഇത് നമ്മളുടെ ഒരു നന്മയാണ്. അപ്പം അതിന് ചെറിയ മുങ്ങി വരണ ഇടക്കുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് ഈ വേറുള്ള പല സമുദായവും ഓരോരുത്തുള്ള പൈസ ഇറക്കൂല, പോയി പോവോ, ബേജാറായി ഇങ്ങനെ നിൽക്കുകയാണ്. മാപ്പിളാരങ്ങനല്ല. മാപ്പിളാർ ഓനോട് ഒരിച്ച പൈസ ഉണ്ടാകും, വൈകുന്നേരം തരാന്ന്. എന്നിട്ട് പോയി കച്ചവടം ചെയ്തിട്ട് വൈകുന്നേരം പൈസ ഇവന് കൊടുക്കും, ബാക്കി ഇവന് കൊടുക്കും, ഇറങ്ങും. ഇങ്ങനെയൊക്കെയുള്ള കഴിവ് നമുക്ക് ഉണ്ടായിട്ടും നമ്മളിങ്ങനെ ആണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ വോയിസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ മുസീബത്ത് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്കാണ് ഞങ്ങളുടെ മടക്കം എന്ന് പറയുന്നവരാണവർ. അപ്പൊ മരിച്ചാൽ ചെല്ലുന്ന ഒരു ദിക്റല്ല ഇത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏത് വിപത്ത് കണ്ടാലും ഇത് മുഅ്മിനീങ്ങളുടെ നിലപാടാണ്. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. നിങ്ങൾ ബേജാറൊന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട. അക്കൂട്ടരുടെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്തുണ്ട്. ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർ സന്മാർഗം പ്രാപിച്ചവരാണ്. നിലപാടുണ്ടാവണം, ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണെന്നും ഞങ്ങൾ അള്ളാഹ്ക്കുള്ളതാണ് എന്നുമുള്ള നിലപാടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായത്? എന്ത് മനസ്സിലായി? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്?
ചങ്ങായിമാരെ, ഇത് നമ്മളെ മുദ്രാവാക്യം പഠിപ്പിച്ചതാണ്. ഇന്നാലില്ലാ, ഞങ്ങൾ അള്ളാഹ്ക്കുള്ളതാണ്. ധീരാവീര നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. രക്തം വേണേൽ രക്തം നൽകാം, ജീവൻ വേണേൽ ജീവൻ നൽകാം. അങ്ങനെ ധീരാവീര നേതാവിന് രക്തവും ജീവനും കൊടുക്കാനുള്ളവരല്ല. ഇന്നാലില്ലാ വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹ്ക്കുള്ളതാണ്, അള്ളാഹിലേക്ക് മടക്കുന്നതാണ്. മനസ്സിലായോ? മനസ്സിലാവാതെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായതുകൂടി മനസ്സിലാവില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല ഒരു ആഖിബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാടിനെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഉമ്മത്ത് മുസ്ലിമക്ക് അള്ളാഹു ഐക്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ പിളർപ്പുകളിൽ നിന്നും ഭിന്നിപ്പുകളിൽ നിന്നും ശൈഥില്യങ്ങളിൽ നിന്നും അള്ളാഹു ഉമ്മത്ത് മുസ്ലിമയെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين. السلام عليكم.